എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം 50Kയുടെ അടുത്താവാനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഈ 50K എന്നെ അവിടം വരെ എത്തിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒത്തിരി സന്തോഷം. എൻ്റെ സ്നേഹം മാത്രമുള്ളൂ എനിക്ക് പറയാനായിട്ട്. കാരണം 1K പോലും തികയാണ്ട് നട്ടം തിരിഞ്ഞെന്നൊരു ചാനൽ ഇവിടം വരെ നിങ്ങൾ എത്തിച്ചില്ലേ, ആ നിർത്തിപ്പോയതായിരുന്നു ഞാൻ. എന്നിട്ടും നിങ്ങളുടെ ഒരു ബലമാണ് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടുണ്ടല്ലോ, നെഞ്ചിൻ്റെ അകത്ത് എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കാൻ വെക്കുന്നുണ്ട്. ആദ്യമേ ഒരു താങ്ക്സ് പറയേണ്ട, അവസാനം പറഞ്ഞാൽ മതി എന്നായിരുന്നു. പക്ഷേ എനിക്കിത് ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അങ്ങോട്ട് വാരി എറിയാണ് നിങ്ങൾക്ക്. സ്നേഹം മാത്രം, ഇഷ്ടം മാത്രം. പിന്നെ നമ്മുടെ ഗിവ് അവയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിലോ ഷോർട്സിലോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ചു. ചോറൊക്കെ ഉണ്ടായിരുന്നു തിളപ്പിച്ചത്. സ്കൂളിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തേക്കുള്ള ലഞ്ച്, അതിനുള്ള കറികൾ എല്ലാം ശരിയാക്കിയിട്ട് വേണം. എൽസുവിന് പനിയായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. അതായത് പനി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോർട്സ് നിങ്ങൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചില ദിവസം നല്ല പനിയായിരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം. പക്ഷേ എനിക്ക് അവളുടെ വയ്യായ്ക കാരണം വോയിസ് കൊടുക്കാൻ പറ്റാണ്ടായിപ്പോയി. കുറേ കിച്ചൺ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ട്, കുറച്ച് മേടിച്ചിട്ട് എനിക്കതൊന്നും അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം എൻ്റെ പെൻഡിങ് ആണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും അങ്ങനെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പത്തിനുള്ളതൊക്കെ കുഴച്ച് വെച്ചു. മുട്ട അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാൻ കൊടുത്തു വിടും. ഇടയ്ക്കൊക്കെ ഈ വറുത്തും പൊരിച്ചും അല്ലാണ്ട് അവർ മെഴുക്ക് പുരട്ടി എന്താണെന്നോ തോരൻ എന്താണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ വേഗം മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ചിക്കൻ 65 ചേട്ടൻ മസാല പുരട്ടിയതാണ്. നമുക്ക് ലുലുവിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമുക്കിങ്ങനെ കിട്ടും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഇത് എളുപ്പമാണ്. എനിക്ക് ചിക്കൻ 65 ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, അത് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ കുഞ്ഞിനെ വെച്ചുകൊണ്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി മേടിക്കും. കാരണം നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എന്തിനു മേടിച്ചു, ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു പുച്ഛത്തോടു കൂടി. ഇതെനിക്കറിയാമല്ലോ, പിന്നെ എന്തിനു മേടിച്ചു, പുച്ഛം എന്നല്ല, അങ്ങനെ പറയും, എനിക്കറിയാമല്ലോ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടുമ്പോൾ വലിയ ഉപകാരങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കും. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് A to Z ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തിങ്കളാഴ്ച പായസം വെക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്കപ്പോൾ അത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയെ സെറ്റാവുള്ളൂ. നേരത്തെ അങ്ങനെയല്ല, ഇന്നിത്തിരി പായസം വെക്കാമെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇരിക്കുന്നുണ്ട്, പാലിരിക്കുന്നുണ്ട്, ഇത്തിരി സേമിയ മേടിക്കുക, പായസം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ച് ചെയ്യും. പക്ഷേ ഇപ്പോൾ സാഹചര്യവും സിറ്റുവേഷനും കൂടി നോക്കണം. അങ്ങനെ പറഞ്ഞതാ ലുലു മാളിൽ നിന്ന് മേടിച്ച ചിക്കനൊക്കെ ഇവിടെ ആക്കി തുറന്ന് വെക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടി ആക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ നേരത്തെ നമ്മൾ അടച്ചിട്ടു, ഇടിയപ്പത്തിനടുത്ത് തേച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചിക്കൻ വേഗം അങ്ങോട്ട് കൈയോടെ വറുത്തെടുക്കാം. അപ്പോൾ നല്ലെണ്ണയിലല്ലോടാ, സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ വറുക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ, നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചിക്കനും മീനും ഒക്കെ വറുക്കുന്ന ഒരു മണമുണ്ടല്ലോ, നമ്മളെ നൊസ്റ്റു ആണല്ലേ. പണ്ട് നമുക്ക് ഈ റൈസ് ബ്രാൻഡ് ഓയിലില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ സൺഫ്ലവർ ഓയിലൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കണ്ടേക്കുന്നത്. ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ മാത്രമേ അന്നൊക്കെ കണ്ടിട്ടുള്ളൂ. തവിടിനെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അമ്മച്ചി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ ചേച്ചിയൊക്കെ പറയും തവിടെണ്ണ നല്ലതാണ് ചേച്ചി, കൊളസ്ട്രോളിന് ഇതല്ല. അപ്പം അമ്മ വന്ന് ഇങ്ങനെ പറയുമ്പോഴേ തവിടെണ്ണ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത്. കാരണം ഇതൊന്നും അന്ന് ഇത് അടുക്കളയിൽ എണ്ണ ഏത് ഉപ്പ് ഏതെന്ന് നമുക്ക് അന്നൊന്നും തിരക്കാനുള്ളൊരു ബോധവും ഇല്ലല്ലോ. അപ്പോൾ അവരൊക്കെ തവിടെണ്ണ യൂസ് ചെയ്യുക, അവർക്ക് കുറേ പാടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പാലക്കാടുള്ള ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ചേച്ചി നിങ്ങളുടെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പറയും. അങ്ങനെ എന്തോ ഒരു തവണയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു തവിടെണ്ണ. ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഞാൻ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള നാടൻ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന മീനിൻ്റെ മണമാണെങ്കിലും ആ മുരിഞ്ഞ് വരുന്നൊരു മണം ഉണ്ടല്ലോ, നല്ല
നാടൻ വേപ്പിലേക്ക് ഇട്ട് എന്ത് രസമാണല്ലേ ആ കറിക്കൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ ഞങ്ങളുടെ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് കിട്ടും വെളിച്ചെണ്ണ. ഞങ്ങളുടെ അൽഫറിക്ക ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലൊരു കടയുണ്ട്, അവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടും. പക്ഷേ മേടിക്കാൻ പോകാൻ നമുക്ക് ഇപ്പോൾ ഇത് കിട്ടാത്തതുകൊണ്ട് ചേട്ടനാണെങ്കിൽ അപ്പുറം വഴിയാണ് വരുന്നത്, ഈ വഴിയല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി മേടിക്കാറില്ല. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പം ഇട്ട പച്ചക്കട്ട നമ്മുടെ പുതിനയിലോടെ മല്ലിയില അരച്ചതാണ് കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, കുട്ടി ഈ കട്ട എന്താണ് ഇടുന്നതെന്ന്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഈസിയാണ്, നമുക്ക് എന്താ പറയുക, മണി വേസ്റ്റ് ചെയ്യാണ്ടിരിക്കും. കാരണം നമ്മൾ ഈ സാധനങ്ങൾ എന്തായാലും മല്ലിച്ചീരിയൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഇന്ന് ചീഞ്ഞു പോകും. ഇത് അരച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ അരിയണ്ട, കഴുകണ്ട, ഒറ്റയിടൽ ആ ഒരു ക്യൂബങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു, നന്നായിട്ടൊന്നും കൂടി ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു തക്കാളിയുടെയും മസാലയുടെയൊക്കെ ആ ഒരു സത്തൊക്കെ ഇങ്ങോട്ട് ഇറക്കി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഒഴിച്ചാൽ ഞാൻ പറയില്ലേ, അങ്ങേ അറ്റത്ത് ചെല്ലുന്ന കറിയാണ് ഇഷ്ടം ചേട്ടനെ. ഒരുപാട് കട്ടിയായിട്ടുള്ള കറി ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമുള്ളൊരു അറ്റക്കറിയേ ഉള്ളൂ കട്ടിപ്പരിപ്പ്. സാമ്പാർ പോലും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇച്ചിരി കുറുകിയിരിക്കണം, ചേട്ടന് വെള്ളം പോലെ ഇരിക്കണം. ചേട്ടൻ ഞാൻ അതിൻ്റെ മേളിൽ നിന്നാണ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത്. പിള്ളേർക്കാണെങ്കിലും അപ്പൂനെ പിന്നെ ചാറൊന്നും വേണ്ടല്ലോ, അന്നമോൾക്കും അത് അത്യാവശ്യം കുറുകിയിരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇടിയപ്പമൊക്കെ അവിടെ നമ്മൾ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും പാലും കൂടി, പാലിൻ്റെ കവർ ഒരു ഇച്ചിരി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് ഓർക്കാണ്ട് ഫ്രീസറിൽ കൊണ്ട് വെച്ചു. അപ്പോൾ അത് ആ പൊട്ടിച്ച വശം മേലെ വെച്ചിട്ട് താഴത്തെ വശം ഇങ്ങനെ വെള്ളത്തിൽ മുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ ചൂട് കൊണ്ട് പാലിൻ്റെ തണുപ്പ് കൊണ്ട് ഈ മുട്ടയുടെ ചൂടും പോയിക്കോളും, മുട്ടയുടെ ചൂട് കൊണ്ട് ആ പാലിൻ്റെ തണുപ്പും വിട്ടോളും. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ മുട്ടയുടെ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്നും കൂടി ഒന്ന് കഴുകും കേട്ടോ ഞാൻ. നമ്മൾ മുട്ടത്തൊലി പൊളിച്ച് കഴിയുമ്പോഴില്ലേ അതിൻ്റെ പൊടി ഇതൊക്കെ അതിലുണ്ടാകും. ഞങ്ങളുടെ വീട്ടിൽ എന്ത് കറിയിലും മണ്ടത്തരം പറ്റിയാലും അതൊരു മുടി വീണാലും ഒരു നാര് വന്നാലും കറക്റ്റ് അത് മനുവേട്ടനെ കിട്ടുള്ളൂ, അത് എൻ്റെ കെട്ടിയാനേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ടേ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഏത് പ്രാണിക്ക് വന്ന് കറിയിൽ വീഴാൻ തോന്നിയാലും പപ്പയുടെ പാത്രത്തിൽ ആ പ്രാണി വന്ന് വീഴുള്ളൂ കറക്റ്റായിട്ട്. അത് എന്താണാവോ അങ്ങനെ. അപ്പം അങ്ങനത്തെ ചായയൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അന്നമ്മ വന്നപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് തട്ടി. അപ്പം ഞാൻ രാവിലെ പിണങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നും രാവിലെ പിണം കണ്ട എൻ്റെ കുഞ്ഞിനെ എന്തോരം സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രാവിലെ കട്ടൻ ചായയൊക്കെ ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൽ ചായ ഇടും കേട്ടോ. എനിക്ക് പാൽ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ചായ അഡിക്റ്റായിട്ട് മാറിയിരിക്കണം. ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ എന്തോരം ചായ ആണെന്നോ, അത്രയും കുടിക്കണം നല്ലതല്ല, പക്ഷെ ഞാനിപ്പോൾ ഒരു ചായ മരമാണ്. എനിക്ക് ഇവരുടെ ബാക്കി വന്ന ചായ ഞാൻ കുടിക്കും. ഞാൻ രാവിലെ 2 ഗ്ലാസ് ചായ. എനിക്ക് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നത് തലവേദന, ഈ ഉറക്കം നിൽക്കുമ്പോഴൊക്കെയുള്ള തലവേദനയും ഈ ചാനലിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള പ്രഷറും എല്ലാം കൊണ്ടും ട്യൂഷനും നല്ലത് വരുമ്പോഴത്തേനും നല്ലൊരു ചായ കുടിച്ചാൽ എനിക്കൊരു സുഖം കിട്ടും. എനിക്ക് ആ ഒരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, നമ്മുടെ വല്ലാത്തൊരു ടെൻഷൻ രാവിലത്തെ, അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നില്ലേ ആ ചായ കുടിക്കുമ്പോൾ. അത് കട്ടനായിക്കോട്ടെ പാൽ ചായ എക്സ്ട്രീമാണ് കേട്ടോ. എൻ്റെ തലവേദനയൊക്കെ പമ്പ കിടക്കും. അതെ, അപ്പോഴേക്കും എന്താ അടുക്കളയിലെ തട്ടുമുട്ടും എൻ്റെ ഒച്ചയും കേട്ടിട്ട് എൽസു എണ്ണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ എടുത്തോളും. ചേട്ടന് പനിയായിരുന്ന ദിവസം 2 ദിവസം ഞാൻ പെട്ടുപോയി. അന്നക്കുട്ടിയാണ്, പക്ഷെ അന്നക്കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകണ്ട. അപ്പം ഞാൻ വായു പിടിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ധൃതി പിടിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ വരിക ഓടുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഞാൻ ചില സമയത്ത് എന്നെ കാണൂല. ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് ഞാൻ മൊബൈൽ അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇപ്പം ഈ മുട്ടക്കറി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോക്കൂട്ടൻ എന്നോട് അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു, ഇത്തിരി ചാറ് എൻ്റെ ഇടിയപ്പത്തിൻ്റെ മീതെ ഒഴിച്ചോളാൻ. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മേ, എൻ്റെ മോനാണോ ഈ പറയുന്നത്? സാമ്പാർ ദോശയുടെ അരികത്ത് ഒഴിച്ചാൽ ആ ദോശ മുട്ടാണ്ടിരിക്കാൻ ദോശ അവനിങ്ങനെ അവൻ്റെ കരപ്പേ കയറ്റി, അതായത് ഇങ്ങനെ മുട്ടാണ്ടിരിക്കാൻ ഇങ്ങനെ മാറ്റി വയ്ക്കും. കരപ്പേ കയറ്റി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ചാറ് മുട്ടുണ്ടാന്ന് പറഞ്ഞാൽ നീക്കി വയ്ക്കും. അവൻ എൻ്റെ അടുത്ത് പറയുകയാണേ, എൻ്റെ ഇടിയപ്പത്തിൻ്റെ മീതെ കൂടെ ചാറ് ഒഴിച്ചോളാൻ. പിള്ളേർ വലുതായി വരാറ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. നാളെ ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സിനുള്ള തയ്യാറെടുപ്പൊക്കെ അന്നക്കുട്ടി ഞാനും കൂടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നക്കുട്ടിക്ക് പഠിക്കാനുള്ളതൊക്കെ രാവിലെ ഇരുന്ന് പഠിക്കും. അതുകൊണ്ട് വലിയ ഉപകാരമാണ് എനിക്ക്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇതാക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിനിടയ്ക്ക് ഒരു കോള് വന്നു. ജോക്കൂട്ടന് ബുധനാഴ്ചത്തെ യൂണിഫോം, ഇത് ബുധനാഴ്ച എടുത്ത വീഡിയോയാ, ബുധനാഴ്ചത്തെ യൂണിഫോം കിട്ടിയിട്ടില്ല തയ്ച്ച്.
അപ്പം ഞാൻ എന്താ ജോക്കൂട്ടിൻ്റെ ചായ അന്നക്കുട്ടിക്കും ചായ എന്താ പറയുമ്പോൾ ജോക്കൂട്ടി പറയാം എനിക്ക് ചായ വേണ്ടമ്മ, ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും താഴെ കളയും, അപ്പം എൻ്റെ ഡ്രസ്സേലാകും, അപ്പം എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും, അതുകൊണ്ട് ആ ചായ അമ്മ കുടിച്ചു, ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം, എനിക്ക് ചായ ഇഷ്ടമാണല്ലോ. ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചു. രണ്ടുപേരും കൂടി അങ്ങോട്ട് കണ്ടും പറഞ്ഞു എന്തെങ്കിലും എന്നോട് നിങ്ങൾ ചോദിക്കൂലേ, നീ ജിഫിയുടെ മക്കൾ ഭയങ്കര സ്നേഹത്തിലുള്ള സ്നേഹമൊക്കെയാണ്. കുറച്ച് നേരം അങ്ങ് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ 10 മിനിറ്റിനുള്ളിൽ തല്ലുടിക്കണമാണ്. അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി, സീരിയസ് ആയിട്ടുള്ള ഇടിയും ചീത്ത വിളിയൊന്നും അല്ല. ഒരു ചീത്ത വാക്ക് ഞാൻ പറയിക്കില്ല, ഓടിക്കും ഞാൻ, വായിന്ന് വീണ ഞാൻ പറപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെയൊന്നും പറയില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഇവൻ എന്താ വയ്യേ എന്നൊക്കെ ചോദിക്കണം, കാണിക്കണം. അവനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സിനിമയിലെ ഡയലോഗ് ഈ കുഞ്ഞു വായി പറയുമ്പോൾ ഒക്കെ തെറ്റായിരിക്കുമെന്നേ. മറ്റേ ഈ പാപ്പച്ചിയുടെ ഡയലോഗൊക്കെ പറഞ്ഞൊരു എൻ്റെ പാപ്പച്ചി അല്ലല്ലോ മറ്റേ ലേലം സിനിമക്കകത്ത് നേരെ അതിരുമേനി അയ്യപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും. അപ്പം നമുക്ക് ചിരി വരും ഇവൻ്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ. അതാണ് ഞാൻ ആ ചിരിക്കുന്നത് കേട്ടോ. അത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല. പിള്ളേർ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഇരുട്ട് കുത്തി അടച്ച് മഴ പെയ്യാണ്. അപ്പോഴേക്കും ഞാൻ ആ ഇരുട്ടൂത്തിൽ മാറിയപ്പോഴത്തേനുമാണ് കാറെടുത്തത്. പെരുമഴയത്ത് നമുക്ക് കാറിനാണെങ്കിലും ബുദ്ധിമുട്ടാണ് പോവാൻ. അപ്പോൾ വേഗം ബൈക്കിന് ബുദ്ധിമുട്ടാണ് പോകാൻ. അപ്പോൾ കാറെടുത്തു, രണ്ടുപേരും പോവാൻ കേട്ടോ. എൽസുവിന് ഇപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ചേട്ടൻ ചേച്ചി ഇങ്ങനെ പോവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ കരയാൻ തുടങ്ങും. എനിക്ക് ഉറപ്പാണ് ആ കാര്യം. കാരണം അവർ അത്രയുമാണ് ഇവളെ സ്നേഹിക്കുന്നത്. എൻ്റെ പൊന്നേ എന്നുള്ള ചോക്കൂട്ടിനെ വിളി കേൾക്കണം. ചേച്ചിയുടെ മോളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ഒരു സന്തോഷം കാണണം. അപ്പോൾ നല്ല രസമാണ് ഇവർ തമ്മിലുള്ളൊരു ബോണ്ട്. ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ മക്കൾ തമ്മിലുള്ള ഒരു സ്നേഹം എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആരും ഇല്ലല്ലോ ആ സമയത്ത്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റ മോളല്ലേ. അങ്ങനെ അപ്പോൾ അവരുടെ ഒരു ബോണ്ടിങ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലെ കാര്യങ്ങൾ ഇവളിനി കുറച്ച് നേരം ഒന്ന് കിടത്തി ഞാൻ ഉറക്കും. ഡയപ്പറൊക്കെ മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് കിടത്തി ഉറക്കി അതിന് ശേഷം പാൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ഉറക്കാൻ പോണ നേരത്ത് അതിന് മുന്നേ ഞാൻ കിച്ചണിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്കിടും. എന്നിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം എടുത്ത് ഞാൻ അവിടെ വെക്കും. പിന്നെ എന്തെങ്കിലും അൽക്കുലത്ത് ജോലികളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിയിൽ നിന്ന് ഇടിയപ്പം എടുത്ത് മാറ്റാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലി ഉണ്ടാകുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടാകും മിക്കപ്പോഴും എനിക്ക്. വല്ല പുട്ടുകളി ഇടാനാ, ഇതേപോലെ ഇടിയപ്പം കുത്തിയിടാനാന്ന്. അപ്പോൾ ഇങ്ങനെ തട്ടിയിട്ടപ്പോൾ അവൾ കരഞ്ഞിട്ടോ. ഒച്ച കേട്ടപ്പോഴത്തേനും ഇങ്ങനെ ചുണ്ടൊക്കെ മലർത്തി ഏന്തി. അപ്പോൾ ഇത് ഞാൻ ജോക്കൂട്ടനെ പറ്റിക്കാൻ ഉണ്ടാക്കി വെച്ചതാണ്. മുട്ട പുഴുങ്ങിയതാണ്, കുഞ്ഞു മുട്ട എന്ന് പറഞ്ഞു. പക്ഷെ കൊടുക്കാൻ മറന്നുപോയി. ഞാനതപ്പോൾ തിന്നു. പിന്നെ ഇത് വെച്ചുകൊണ്ടിരുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർ കഴിക്കലുണ്ടാവില്ല. വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കഴിക്കാൻ വലിയ ഇതുണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഉള്ള ഇടിയപ്പത്തിന് തട്ടുന്ന കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ കഴുകാനുള്ള ചെമ്പും വാർപ്പും ഉരുളിയും കുക്കറും ഒക്കെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ചേട്ടൻ ഇനി വരത്തില്ല. ആ വഴി ഞങ്ങൾ ഓഫീസിലേക്ക് പോകത്തുള്ളൂ. ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അവളെ കൊണ്ടേ ഉറക്കും. സിമ്മിൽ വെക്കുള്ളൂ. ഒരു കുഞ്ഞുറക്കമുണ്ട്. ആ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ. കുഞ്ഞു പണികളൊക്കെ ചെയ്തിട്ട് വീടടിച്ചിടുകയോ അല്ലെങ്കിൽ അവരുടെ തുണി അലക്കാനിടുകയോ ചെയ്തിട്ട് വേഗം വരും. അപ്പോഴേക്കും 10 മിനിറ്റുള്ള ഉറക്കം എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ ഞങ്ങൾ ഉറങ്ങും. വേറെ വണ്ടികളൊന്നും വന്ന് വാദിക്കുക ഹോൺ അടിച്ചില്ലെങ്കിൽ കുറേ നേരം ഞങ്ങൾ ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും താങ്ക്